ഹേ ഗായ്സ്, എന്നത്തെയും പോലെ സൺഡേസിൽ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. സോ അക്ഷയേട്ടൻ ഏതോ സിനിമ കാണണമെന്ന് പറഞ്ഞു. പിന്നെ നൈറ്റ് നമ്മൾ ഫുട്ബോളിൻ്റെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ TPL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അക്ഷയേട്ടൻ ട്രോഫി എന്തോ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. സോ അതിന് മുന്നേ നമ്മൾ മാളിലൊക്കെ പോയി കുറച്ച് പർച്ചേസിങ്ങും ചെയ്ത് സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. സോ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോപ്കോണിൻ്റെ സ്മെല്ലടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു പോപ്കോൺ കഴിക്കണം. യൂഷ്വലി ഞാൻ ഫിലിം കാണാൻ കയറുമ്പോഴാണ് പോപ്കോൺ വേണമെന്ന് പറയും. ഇപ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ 1-2 ഷോപ്പിലൊക്കെ കയറി. അപ്പോൾ യൂസ്ഡേൽ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓഫർ കണ്ടപ്പോൾ ഞാൻ കുറേ ഡ്രസ്സ് വാരി വലിച്ചെടുത്തു. പക്ഷേ എനിക്ക് ആകെ പാകമായത് ഓൺലി 2 ഡ്രസ്സായിരുന്നു. അപ്പോൾ ആ 2 ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കൊറിയൻ ഫേസ് മാസ്ക് ഞാൻ വാങ്ങിച്ചു. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് ചേച്ചിക്ക് അയച്ചു. കാരണം ഓഫർ വരുമ്പോൾ ഞാൻ ഐ വിൽ ടെൽ ഓൾ മൈ ഗേളീസ് ആ ഒരു ടൈപ്പാണ്. അത് കാരണം ഞാൻ വേഗം ചേച്ചിക്ക് ഫോട്ടോ കഴിച്ചു. അവരോട് ഉണ്ടായില്ല, എന്നാലും ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിലിം കാണാൻ പോയി. അപ്പോൾ ഞാൻ പറയായിരുന്നു ആകെ നമ്മൾ 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ. കാരണം ആ പടത്തിൻ്റെ പേര് പോലും ഞാൻ ഇതുവരെ കേട്ടില്ല. എന്തോ സംഭവം അധ്യായം 1 അങ്ങനെ എന്തോ ആണ് പേര്. എന്നിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും പോപ്കോൺ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഇപ്രാവശ്യം അക്ഷേട്ടൻ പറഞ്ഞു അവിടെ പോകാനുള്ളതല്ല ഫുട്ബോളിൻ്റെ, അപ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോണും ഓർഡർ ചെയ്തു, പിന്നെ ഹോട്ട് ഡോഗും, പിന്നെ അക്ഷേട്ടന് കുടിക്കാൻ ഈ റെഡ് ബുള്ളും. ഞാൻ പിന്നെ എനിക്കത് ഇഷ്ടമായില്ല, അത് കാരണം ഞാനൊരു മിനറൽ വാട്ടർ എടുത്തു. എന്നിട്ട് ഫിലിം കാണാൻ പോയപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 പേരല്ല, എന്നാലും മാക്സിമം ഒരു 20 പേരേ ഉണ്ടായുള്ളൂ ഫിലിം കാണാൻ. ആൻഡ് ഫിലിം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാട്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എക്സൈറ്റിങ്, ഭയങ്കര ഇങ്ങനെ ത്രില്ലർ പോലെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഫുള്ള് ബോറടിയായിരുന്നു. ആൻഡ് ഫിലിം എന്നാലും ഓക്കെ എന്ന് പറയാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഹർഷയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയതുമില്ല. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് അക്ഷേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഫുട്ബോളിൻ്റെ അവിടെ പോകാമെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പം സ്റ്റുഡൻസ് മെയിനായിട്ട് ആൽവിനായിരുന്നു ഈ പരിപാടി നടത്തിയിട്ടുണ്ടായത്. അപ്പോൾ അവൻ എന്നോട് കുറേ വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ കയറി ഷെയ്ക്കാനൊക്കെ കൊടുക്കാൻ. എന്നിട്ട് ഷെയ്ക്കാനൊക്കെ കൊടുത്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ കുറേ സ്റ്റുഡൻസിനെ കണ്ടു. എസ്പെഷ്യലി എൻ്റെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് കോർഡിനേറ്റർ ആയിരുന്നു. എൻ്റെ കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി ഞാൻ പോകേണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു, ബട്ട് ദെൻ ഇറ്റ് വാസ് നൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കദ്രി പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് 1-2 ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ കദ്രി പാർക്ക് പോയി. സമയം അപ്പം 11 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു. കദ്രി പാർക്ക് പോയി നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോയി. സോ ഞങ്ങളുടെ ഒരു സൺഡേ ഇങ്ങനെയാണ് പോയത്. ഓക്കെ ദെൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.